which flows from the Himalayan mountains to the Bay of Bengal, reaching the zenith of its sacred power at Benares, the Hindu heaven, which we now behold. 1931 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം ചൂടുപിടിച്ച് നിൽക്കുന്ന കാലം. 23-ാം വയസ്സിൽ ഭഗത് സിംഗ് എന്ന വീര പോരാളിയെ തൂക്കിലേറ്റിയ വർഷം. മഹാത്മാഗാന്ധി ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്ന് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ 2ാം ഘട്ടം തുടക്കം കുറിച്ചതും ഇതേ വർഷം. ഉത്തരേന്ത്യയിൽ ചൂടുപിടിച്ച സമരം നടക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന കൊച്ചു പട്ടണത്തിൽ കണ്ണമ്പുഴ വറീദിന്റെയും റോസയുടെയും മകളായി കത്രീന എന്ന കാതറിൻ പിറന്നു. കൊല്ലവർഷം 1948. തരകൻ താരുമകൻ ഫ്രാൻസിസും കണ്ണമ്പുഴ വറീദ് മകൾ കത്രീനയും വിവാഹിതരായി. 5 ആൺമക്കളെയും 2 പെൺമക്കളെയും നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. കോടിയിൽ ഒരു ദമ്പതികളിൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്യപൂർവ പ്രതിഭാസം, ഒരു ദൈവനിശ്ചയമെന്ന പോലെ ഇവരെ വിളക്കിച്ചേർത്തു. ഫെബ്രുവരി 5 എന്ന തീയതി കത്രീനയുടെ ജന്മദിനമാണെന്നേ നിങ്ങളിൽ പലർക്കും അറിയൂ. എന്നാൽ കത്രീനയുടെ ജീവിത പങ്കാളിയായ തരകൻ താരു ഫ്രാൻസിസിന്റെ പിറന്നാൾ ദിനവും ഇതേ ദിവസം തന്നെയാണെന്നുള്ള സത്യം ഞാനിതാ വെളിപ്പെടുത്തുന്നു. നീണ്ട 51 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം ടി ഫ്രാൻസിസ് കത്രീനയ്ക്ക് ഈ കുടുംബത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചു പോയിട്ടും ഒരു കരിമ്പാറയെ പോലെ അവൾ താങ്ങി നിർത്തി. TF പോൾ മുതൽ മറിയം വരെ 40 ആൾ ഉൾക്കൊള്ളുന്ന തലമുറയുടെ അമരത്ത് ഇനിയൊരു1000 വർഷം കൂടി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവം, മക്കൾ.